എന്റെ പൊന്നു കുഞ്ഞേ, ഒരു കറി പോലും ഇല്ലാതെ ഇങ്ങനെ പച്ചക്ക് ഇടിയപ്പം കഴിക്കാൻ പറ്റുമോ? എന്തോന്ന് സ്വഭാവം എന്തോ. കഴിക്ക്. അമ്മ അല്ല, ഇത് അച്ഛമ്മയുടെ കസേരയല്ലേ? അച്ഛമ്മ ഇല്ലാത്തപ്പം അച്ഛമ്മ കസേരയിൽ ഇരിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. ഇന്നേ അച്ഛമ്മ ഇല്ലാത്തോണ്ട് ഈ അങ്കിളാണ് ഇവിടത്തെ മുതലാളി. അച്ഛമ്മ ഇതെങ്ങാനും കണ്ടോണ്ട് വന്നാണ്ടല്ലോ, അതെ ആ പറമ്പിൽ ചെന്ന് കിടക്കും. ഇന്ന് അച്ഛമ്മ വരില്ലല്ലോ, നാളെയല്ലേ വരുള്ളൂ. എന്നിട്ട് തീരുമാനിക്കാം പറമ്പിൽ പോണോ വേണ്ടേന്ന്. അത് കുഴപ്പമില്ലല്ലോ, അച്ഛമ്മ നാളെ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ. പറഞ്ഞോണ്ട് അങ്ങോട്ട് അച്ഛമ്മ വിശ്വസിക്കല്ലേ. അത് മാത്രമല്ല, എന്റെ പൊന്നു മോള് അങ്ങനെ പറയില്ലാന്ന് ഈ അങ്കിളിന് അറിയാം. വിശ്വസിക്കില്ലെന്ന് അറിയാലോ. അറിയാം. കഴി പഞ്ചസാരങ്ങനെ വെച്ചേട്ടാ. എന്ത് ചെയ്യൂന്ന് പറ. ഇന്നത്തെ കാലത്ത് ഒരു പിള്ളേര് ബഹുമാനൊന്നും വേണ്ട. കൊച്ചമ്മ നാളെയല്ലേ വരൂന്ന് പറഞ്ഞത്? അല്ല, അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ജോലി ഇന്നുകൊണ്ടങ്ങ് തീർന്നപ്പോ ഇനി പോകുന്നു. അപ്പോഴാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നേ. അല്ല, പ്രസവ കുഞ്ഞും ലക്ഷ്മി കുഞ്ഞും കൂടെ പുറത്തേക്ക് പോയി. ഞാൻ വിചാരിച്ചു കൂടെ മോളും പോയെന്ന്. ഇപ്പോഴാണ് അറിഞ്ഞത് മോള് പോയിട്ടില്ലാന്ന്. അപ്പൊ തന്നെ ഫുഡ് എടുത്ത് കൊടുത്ത്. കറിയൊന്നും വേണ്ടെന്ന്. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി ഇരിക്കുവായിരുന്നു എല്ലാരും കൂടെ അല്ലേ? അതെ. അയ്യോ, നല്ല ചായ ഇട്ടുണ്ടോടാ. ഓ, ഭയങ്കര ക്ഷീണം. അത്ര കിടിയായിരുന്നു. അല്ലാതിരിക്കട്ടെ, ഞാൻ ഇരുന്ന് ഇരുന്നോട്ടോ. ഇരിക്കാം കൊച്ചമ്മ. എനിക്കിരിക്കാമല്ലോ. ഇരിക്കാം. കണ്ട് ക്ഷീണം വന്നപ്പം. അയ്യോ പൊന്നു മക്കളെ, അയ്യോ ഭയങ്കര ക്ഷീണം. കൊണ്ടുപോടാ ചായ. ഞാൻ പറഞ്ഞില്ലേ ഇടിയായിരുന്നെന്ന്. പിന്നെ എന്റെ പൊന്നുമോക്ക് അച്ഛമ്മ ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് പെട്ടിയൊക്കെ തുറക്കുമ്പോ തരാം. ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാം കൊച്ചമ്മ. പ്രത്യേകം പറയണോ? വേണ്ട, എടുത്തോണ്ടാ പെട്ടിയൊക്കെ. നല്ല കാറ്റുണ്ട് ഇപ്പത്തെ കസേര. ഇതെല്ലാം ഒന്ന് കൊണ്ടുവച്ചേച്ച് വരട്ടെ മക്കളെ. കേട്ടാ? അയ്യപ്പാ, മക്കള് കഴിക്കേ. ശരി അച്ഛമ്മ. Hello, my dear Muthukali. How are you? Where is Pinky Mole? കൊച്ചമ്മ വന്നിട്ടുണ്ടോ? കൊച്ചമ്മ വന്നു. അമ്മ നാളെ വരുള്ളൂ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നേരത്തെ വന്നോണ്ടേ നിങ്ങൾ രണ്ടുപേരും തിരക്കി. എന്നിട്ട് അന്ന് എന്തോ പറഞ്ഞു? നിങ്ങൾ കറങ്ങാൻ പോയിന്ന് പറഞ്ഞു. നല്ല ബെസ്റ്റ് മറുപടി. പിന്നെ ഞാൻ എന്തോ മറുപടി പറയണമായിരുന്നു? നീ നാളെ രാവിലെ എണീറ്റ് ഞങ്ങൾ എന്തോന്ന് പറയും? കറങ്ങാൻ പോയിന്ന് പറയണം. അതെ, നമുക്ക് വരുന്ന വഴിയിൽ ടയർ പഞ്ചറായി പോയി, അതുകൊണ്ട് നേരം വൈകിതാന്ന് പറയാം. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും അല്ലേ പറയാൻ പറ്റുമോ? കഴിച്ചതൊക്കെ ദഹിച്ചു കുറച്ചോ കേട്ടോ. ഉടായ്പ് കാണിക്കാതെ തുടങ്ങി പിന്നെ എന്തിനു ഇതിനൊക്കെ പോണത്?